കൊല്ലം എറണാകുളം റൂട്ടിൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച വാർത്ത റിപ്പോർട്ടർ വളരെ സന്തോഷപൂർവ്വം റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതോടെ കൊല്ലം എറണാകുളം റൂട്ടിലെ യാത്രാക്ലേശത്തിന് അല്പം പരിഹാരമാകുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ ആഴ്ചയിൽ 5 ദിവസമായിരിക്കും ശനിയാഴ്ച ട്രെയിൻ സർവീസ് നടത്തുക. ഫേസ്ബുക്കിലൂടെ കൊടിക്കുന്നിൽ സുരേഷ് MP യാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ആഴ്ചകളിൽ പാലരുവി, വേണാട് എന്നീ ട്രെയിനുകളിലെ യാത്രാ ദുരിതം സംബന്ധിച്ച് റിപ്പോർട്ടർ TV വാർത്ത നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത്. വിവരങ്ങളുമായി അഞ്ജലി ശ്രീജിത രാജ് നമുക്കൊപ്പം ചേരുന്നു. അഞ്ജലി, വെരി ഗുഡ് മോർണിംഗ്. ചുരുങ്ങിയ പക്ഷം നമ്മളോട് അന്ന് പ്രതികരിച്ച ഈ കൊല്ലം എറണാകുളം റൂട്ടിലെ യാത്രക്കാർക്കെങ്കിലും വളരെ സന്തോഷകരമായൊരു തീരുമാനമാണ് ഇന്നലെ കൊടിക്കുന്നിൽ സുരേഷ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. റിപ്പോർട്ടറിലും അതിൽ ഏറെ സന്തോഷമുള്ളത്. നമ്മൾ ആ വാർത്ത തത്സമയം സംപ്രേഷണം ചെയ്യുകയും ആ വാർത്തയുടെ ക്ലിപ്പിംഗ് റെയിൽവേയിലെ ജീവനക്കാർ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അതടക്കമാണ് ഇപ്പോൾ ഈ തീരുമാനത്തിന് പിന്നിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. എന്തായാലും ഈ ട്രെയിൻ വരുന്നതോടുകൂടി ഈ തിരക്ക് അല്പമൊന്ന് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ശാശ്വത പരിഹാരമല്ലെങ്കിലും ഒരു ഇടക്കാല പരിഹാരമായി അല്ലേ അഞ്ജലി? തീർച്ചയായും അരുൺകുമാർ പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തോടെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ അരുൺകുമാറിന്റെ മുന്നിലേക്ക് എത്തുന്നത്. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള ജോവീറ്റ ഇത്തരത്തിൽ ട്രെയിനിൽ വേണാട് എക്സ്പ്രസിൽ ദേഹാസ്വസ്ഥത്തെ തുടർന്ന് തലകറങ്ങി വീണത്. തുടർന്ന് യാത്രക്കാരുടെ പരിശ്രമത്തിനൊടുവിലാണ് യുവതി സാധാരണ നിലയിലേക്ക് എത്തിയത്. അതിനു മുമ്പുള്ള തിങ്കളാഴ്ചയും 2 സ്ത്രീകളാണ് കുഴഞ്ഞു വീണത്. തുടരെ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ലോകത്തെ അറിയിക്കുന്നുണ്ട്. കൂടാതെ ബന്ധപ്പെട്ട അധികാരികളോടെല്ലാം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അവരോടെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. യാത്രക്കാരും നിരന്തരം നമ്മളോടും അതായത് ഇത്തരത്തിലൊരു മെമു സർവീസ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ രാവിലെ പുലർച്ചെ 4:50 അതായത് 4:50 ഉള്ള ട്രെയിൻ കഴിഞ്ഞാൽ പിന്നീടുള്ളത് 6:40 വേണാട് എക്സ്പ്രസ് ആണ്. ഇതിന് ഇടയിലാണ് ഒരു 6 മണിക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഉള്ള. ഈ ഇടവേളകളിൽ ഒരു മെമു സർവീസ് എന്നതായിരുന്നു യാത്രക്കാർ നമ്മോട് ആവശ്യപ്പെട്ടത്. തുടർന്ന് നമ്മളും സ്ഥിരമായിട്ട് ഇത് ഉന്നയിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. ഈ വിഷയങ്ങൾക്കെല്ലാം ഇപ്പോൾ അതായത് നമുക്കൊരു ആശ്വാസം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്നലെ MP കൊടിക്കുന്നിൽ സുരേഷ് പങ്കുവച്ചത്. അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ഈ സമയങ്ങളിൽ ഒരു മെമു സർവീസ്, സ്പെഷ്യൽ മെമു സർവീസ് ആയിരിക്കും ഉണ്ടാവുക. ആദ്യം സ്പെഷ്യൽ ആയിട്ട് സർവീസ് നടത്തും. പിന്നീട് ഇത്തരത്തിൽ ഒരു റേക്ക് അനുവദിക്കുന്നതിന്റെ ഭാഗമായിട്ട് സർവീസ് തുടരുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സ്ഥിരമായി വലിയ ദുരിതമാണ് ഈ യാത്രക്കാർ അനുഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത് തിങ്കളാഴ്ചകളിലാണ്. കാരണം ഈ ശനി ഞായർ കഴിഞ്ഞ് അവധി ദിവസങ്ങൾ കഴിഞ്ഞ് ഉണ്ടാകുന്ന തിങ്കളാഴ്ചയാണ് മറ്റുള്ള ദിവസങ്ങളെക്കാട്ടും ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ജോവീറ്റയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പിറവം സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് ഈ ജോവീറ്റ ഇത്തരത്തിൽ ദേഹാസ്വസ്ഥതയെ തുടർന്ന് കുഴഞ്ഞു വീഴുന്നത്. തുടരെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു. യാത്രക്കാരും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. നമ്മളും ഈ പ്രതിഷേധം, ഇവരുടെ ഈ ആവശ്യങ്ങളൊക്കെ നിരന്തരം ഉന്നയിക്കുന്നു. ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ഇതിനൊരു പൂർണ്ണമായും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ സർവീസ് ആരംഭിച്ച് ഈ യാത്രക്കാരുടെ എല്ലാം അഭിപ്രായം നമുക്ക് തേടേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു വാർത്ത ഒരു ആശ്വാസമായി എന്ന നിലയിൽ തന്നെയാണ് നമ്മളും കാണുന്നത്. അരുൺകുമാർ, ഓക്കെ, സന്തോഷകരമായ ഒരു വാർത്തയാണ് ഈ നിമിഷം എത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഒരു സ്പെഷ്യൽ ട്രെയിൻ, മെമു ട്രെയിൻ വരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ കൊല്ലം എറണാകുളം റൂട്ടിലായിരിക്കും ഈ തീവണ്ടി ഓടുക. പാലരുവി, വേണാട് ഈ വാഹനങ്ങളിലെ വലിയ തിരക്ക്, തീവണ്ടിയിലെ വലിയ തിരക്ക് പ്രേക്ഷകർ കണ്ടതാണ്. തുടർച്ചയായിട്ട് യാത്രക്കാർ തിരക്കിൽ തലകറങ്ങി വീഴുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രത്യേക ട്രെയിൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവായിരിക്കുന്നത്. അപ്പോൾ എല്ലാ ട്രെയിൻ യാത്രക്കാർക്കും ഒരു സുരക്ഷിതവും ശുഭകരവുമായ യാത്ര ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രതിഷേധങ്ങൾക്ക് ഒരു മറുപടിയായിരിക്കുന്നു കൊടിക്കുന്നിൽ സുരേഷ് MP ഇടപെട്ടുകൊണ്ടാണ് ഈ തീവണ്ടി കൊല്ലം എറണാകുളം റൂട്ടിൽ ഓടുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. റിപ്പോർട്ടർ TV അടക്കം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മളിൽ നിന്ന് ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. ഈ കുഴഞ്ഞു വീഴുന്ന വാർത്ത നമ്മൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്തു. നമ്മളൊരു ക്യാമ്പയിൻ പോലെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ചെറിയ രീതിയിൽ യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരമായി അതിന് ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും പ്രേക്ഷകരെ അറിയിക്കുന്നു.